വാഴ ബയോപിക് ഓഫ് എ ബില്യൺ ബോയ്സ് ഡയറക്റ്റഡ് ബൈ ആനന്ദ് മേനോൻ. സിനിമ എങ്ങനെയുണ്ടെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ശരിക്കും ഒന്നാമത് തങ്കലാന സിനിമ കാണാനാണ് പോയത്. പക്ഷേ തിയേറ്ററിൽ ചില പ്രശ്നങ്ങൾ കാരണം എനിക്ക് കാണാൻ പറ്റില്ല. അവിടെ നിന്ന് അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഓൾറെഡി ഞാനൊന്ന് കാണാൻ വേണ്ടി പ്ലാൻ ചെയ്ത സിനിമയാണ് വാഴ. അങ്ങനെ അത് പോട്ടെ. ഞാനിപ്പോൾ വാഴ സിനിമ എങ്ങനെയുണ്ട് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഒറ്റ വാക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അടിപൊളി പടം. അതായത് തുടക്കം മുതൽ അവസാനം വരെ 100% സാറ്റിസ്ഫിക്കേഷൻ തന്നുകൊണ്ട് പോയ ഒരു ഗംഭീര ഒരു പടം. പക്ഷേ ഞാൻ പറയുന്നത് ഈ സിനിമ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സിനിമയിൽ കുറേ സീരിയസ് ആയിട്ടാണ് പോകുന്നത്. അതായത് സിനിമ ഫസ്റ്റ് ഹാഫ് ഫുള്ള് കോമഡി കാര്യങ്ങൾ അങ്ങനെ പോകുന്നത്. പക്ഷേ സെക്കൻഡ് ഹാഫിൽ അത് ഭയങ്കര സീരിയസ് ആയിട്ടാണ് പോകുന്നത്. അപ്പാർട്ട് ഫ്രം ആ ക്ലൈമാക്സിൻ്റെ സമയത്താണ് പിന്നെ തിരിച്ച് കോമഡിക്ക് വരുന്നത്. ആ സമയത്ത് വാഴ 2ൻ്റെ സംഭവങ്ങളൊക്കെ ഇതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ വാഴ സിനിമ ഇതിൽ 2ാം ഭാഗം ഉണ്ടാവും. ഓൾറെഡി ഇതെന്തായാലും ഹിറ്റ് ആവും പടം, അത്ര നല്ല സിനിമയാണ്. അപ്പോൾ ഇതിൻ്റെ കോമഡി എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരൊറ്റ കോമഡി പോലും ആൾക്കാരെ ചിരിപ്പിക്കാതെ ഇരുന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഒരു വാസ്തവം. കാരണം ഒന്നാമത് നമുക്ക് യൂത്തിന് കുറേ അല്ലെങ്കിൽ ആണുങ്ങൾക്ക് കൂടുതൽ കണക്ട് ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞത് ഇതിൽ ഈ ആണുങ്ങൾ ചെയ്തിട്ടുള്ള ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ, മെയിൻ ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുള്ള സംഭവങ്ങൾ ഭൂരിഭാഗം ആണുങ്ങളാണ് അനുഭവിച്ചിരുന്നത്. സ്ത്രീകൾ അനുഭവിക്കുന്നത് വേറെ രീതിയിലാണ്. സ്ത്രീകൾ അനുഭവിക്കുന്നത് അത് വേറൊരു ഫീമെയിൽ ക്യാരക്ടറിൽ കൂടെ ഈ സിനിമയിൽ തന്നെ അത് പറയുന്നുണ്ട്. അവരിത് മൊത്തം വേറൊരു രീതിയിലാണ് സ്ത്രീകൾ എല്ലാവരും തന്നെ പറയുന്നത്. ഇതിലിപ്പോൾ ഈ എന്താ പറയുക, മെയിൽ ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുള്ള സംഭവങ്ങൾ റിയൽ ലൈഫിൽ സ്ത്രീകളും അനുഭവിക്കുന്നുണ്ട്. പക്ഷേ കൂടുതൽ പുരുഷന്മാരാണ് ഇതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അനുഭവിക്കുന്നത്. അപ്പോൾ അതാണ് ബയോപിക് ഓഫ് എ ബില്യൺ ബോയ്സ് എന്ന് പറയുന്നത്. കുറേ വാഴ എന്നുള്ള ഇതൊക്കെ കൂടുതൽ കേൾക്കുന്ന പൊതുവെ ആണുങ്ങളാണ്. അപ്പോൾ ഈ സിനിമ എന്താണ് സംഭവം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് ഹാഫ് ഭയങ്കര കോമഡി, സെക്കൻഡ് ഹാഫ് ഭയങ്കര സീരിയസ് ആയിട്ടാണ് പോണത്. ഞാൻ സത്യം പറഞ്ഞ ട്രെയിലർ കണ്ടപ്പോൾ നല്ലൊരു സിനിമ ആവും എന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ ഇത് ഇത്രത്തോളം ക്വാളിറ്റി ഉള്ളൊരു സിനിമ ആവും എന്നുള്ള തീരെ പ്രതീക്ഷിച്ചില്ല. അതേപോലെ തന്നെ നല്ല തിയേറ്ററിൽ പോയിരുന്ന് കാണേണ്ട പടമാണ്. അത് ഒരു ഇതില്ല. അതെനിക്ക് പറയാൻ പറ്റും, തിയേറ്റർ മസ്റ്റ് വാച്ചാണ് സിനിമ. ഇതിൻ്റെ റൈറ്റിങ്ങിൽ ആദ്യം കയ്യടി കൊടുക്കണം. അത് എനിക്ക് തോന്നുന്നത് വിപിൻ ദാസ് ആണ് എഴുതിയിട്ടുള്ളതെന്നാണ് തോന്നുന്നത്. കാരണം ഇതിലിപ്പോൾ ഞാൻ പറയാം, അപ്പോൾ ഇതിന് ഇപ്പോൾ ഒരു അമ്മ അല്ലെങ്കിൽ അച്ഛന്, ഈ അച്ഛന് ഇപ്പോൾ ഇന്നത്തെ കാലത്ത് കുറേ ആൾക്കാർ എന്താ പറയുക, ഇപ്പോൾ ഒരു മക്കളോട് ഇപ്പോൾ എഞ്ചിനീയറിംഗ് ചിലപ്പോൾ എനിക്ക് ഡോക്ടർ ആവാനോ താല്പര്യം. അപ്പോൾ ഒരാളോട് പോയി പറഞ്ഞ് ഡോക്ടർ ആവും, വാക്ക് എഞ്ചിനീയർ ആവാനോ താല്പര്യം. അങ്ങനത്തെ ഒരു വിഷയം തന്നെ. അത് ശരിക്കും ഒരു സീരിയസ് ആയിട്ടുള്ളൊരു വിഷയമാണ്. അത് ഇതിൽ ചർച്ച ചെയ്യുന്നുണ്ട്, സിനിമയിൽ ചർച്ച ചെയ്യണ സമയത്ത്. അതേപോലെ തന്നെ ഇപ്പോൾ ഒരു ആളെ മോനെ വടക്ക കിട്ടുന്നെങ്കിൽ ആ മോൻ്റെ ഫ്രണ്ട്സിനാവും പ്രശ്നമാണ്. ചിലപ്പോൾ ഫ്രണ്ട്സിനാവും പ്രശ്നം. പക്ഷേ ഫ്രണ്ട്സ് എല്ലാ പ്രശ്നം തന്നെ എന്തെങ്കിലും കൂടുതൽ മാതാപിതാക്കളും ഫ്രണ്ട്സുകളാണ് പഠിച്ചേരാം, അല്ലെങ്കിൽ ഏതെങ്കിലും കുടുംബക്കാരാവും പഠിച്ചേരാം. ആ കാര്യം ഉണ്ടെങ്കിൽ ഓക്കെ, പക്ഷേ കാര്യം ഉണ്ടെങ്കിലും അത് അങ്ങനെ തന്നെ പഠിച്ചേരാം. പക്ഷേ അത് സീരിയസ് ആയിട്ടുള്ളൊരു തെറ്റാണത്. പക്ഷേ അത് ഈ സിനിമയിൽ ചർച്ച ചെയ്തിട്ടുള്ള രീതി എന്ന് പറയുന്നത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടാണ്. അതായത് ഇപ്പോൾ ഇതിൽ കാണിച്ചിട്ടുള്ള കോട്ടയം നസീറൊക്കെ ചെയ്തിട്ടുള്ള കോട്ടയം നസീർ അങ്ങനത്തെ ഒരു ഇതാണ്. എഞ്ചിനീയറിംഗ് ചെയ്യണോ അല്ലെങ്കിൽ കുറച്ച് മാർക്ക് പറയുമ്പോഴത്തേനും അങ്ങനത്തെ ഒരു പാരൻ്റാണ്, അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് കോട്ടയം നസീർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനത്തെ ആ ഒരു സംഭവം ഇരുന്ന് കാണുമ്പോൾ ഇപ്പം ശരിക്കും നിർത്തിയ അമ്മ അല്ലെങ്കിൽ അച്ഛനില്ലെങ്കിൽ നമ്മളെ വേണ്ടപ്പെട്ട ആരെങ്കിലും ഏട്ടനോ ചേച്ചിയോ ഇതിങ്ങനെ പറഞ്ഞ് ഉറപ്പിച്ചുകൊണ്ട് സുഖം തരാതെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകേണ്ട അവസ്ഥ അങ്ങോട്ട് വരെ എത്തിക്കണ ഭയങ്കരമായിട്ടുള്ള ഒരു പാരൻറ്റിങ് ഉള്ള ഒരു വ്യക്തി ഈ ഒരു സിനിമ പോയിരുന്ന് കാണണ സമയത്ത് ഒരു റിയലൈസേഷൻ മാത്രമേ വരുള്ളൂ. അതായത് ഇത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് തെറ്റാണെന്നുള്ളൊരു എന്താ പറയുക റിയലൈസേഷൻ ഉണ്ടല്ലോ. അത് മാത്രമേ ഈ സിനിമ കാണുന്ന സമയത്ത് ആ ഒരു തിരിച്ചറിവ് മാത്രമേ വരുള്ളൂ. അതല്ലാതെ ഇതിക്ക് സങ്കടം വരില്ല. അയ്യോ ഞാൻ ഇത്രയും ഇങ്ങനെ ചെയ്തില്ലോ എന്നുള്ള ഒരു ഒരു കുറ്റബോധ കാര്യങ്ങളൊന്നും വരില്ല. പക്ഷെ അവരെ ചെയ്തത് അറ്റ് ദി സെയിം ടൈം ചെയ്തുകൊണ്ടിരുന്നത് തെറ്റാണെന്ന് മനസ്സിലാവും ചെയ്യും. ആ ഒരു തിരിച്ചറിവ് ഈ സിനിമ കാണുമ്പോൾ കിട്ടും. അപ്പോൾ അത് ആരും ഇങ്ങനെ കുറ്റം പറയാതെ അല്ലെങ്കിൽ ഒരു കൂട്ടരെ പഴി ചാരാതെ അല്ലെങ്കിൽ ഇതിന് ഇപ്പോഴത്തെ യൂത്താണ് പ്രശ്നം അല്ലെങ്കിൽ ഇപ്പോഴത്തെ പേരൻസാണ് പ്രശ്നം എന്ന് അല്ലാതെ എന്താണ് പ്രശ്നം, ആ പ്രശ്നം മാത്രം അത് ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും കുറ്റം പറയാതെ ഇങ്ങനെ ചർച്ച ചെയ്ത് പോയിട്ടുള്ളൊരു ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടൊരു രീതിയുണ്ട്, ഭയങ്കരമായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതേപോലെ തന്നെ ഇതിൻ്റെ സെക്കൻഡ് ഹാഫിൽ ഇത് പാരൻസ് ഉണ്ടല്ലോ, അസീസ് ഉണ്ട്, കോട്ടയം നസീർ ഉണ്ട്, ജഗദീഷ് ഉണ്ട്, പിന്നെ ഇതിൽ അഭിനയിച്ചുള്ള സാഫ് ബോയ് ഉണ്ട്, ഹാഷിർ ഉണ്ട്, അങ്ങനെ കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതിൽ അച്ഛൻ ക്യാരക്ടർ അസീസ് ചെയ്ത് വെച്ച രീതി, ഇമ്മാതിരി പെർഫോമൻസ് ആർക്കും പിടിച്ചേക്കാൻ പറ്റില്ല. അസീസിന് തോന്നിയിട്ട് അമ്മാതിരി പെർഫോമൻസ് അസീസ് സെറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ സെക്കൻഡ് ഹാഫിൽ സീരിയസ് ആയിട്ടുള്ള ഈ സംഭവം വരുന്ന സമയത്ത് അസീസിൻ്റെ ഒരു മാസ് ഡയലോഗുകളുണ്ട് കുറച്ച് ഒരു പരിപാടിൻ്റെ ഇടയിൽ നിന്ന് അസീസിൻ്റെ. അത് നമുക്കിങ്ങനെ തോന്നും, ഇങ്ങനെ പറയണമെന്ന് തോന്നുന്ന സമയത്താണ് അസീസ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഈ പറഞ്ഞ പല ഡയലോഗുകളും ഭയങ്കര ഇമ്പാക്റ്റാണ്. മനസ്സിലായി, ഇമ്പാക്റ്റുള്ള ഡയലോഗ്. അത് ഞാൻ നേരത്തെ പറഞ്ഞ റൈറ്റിങ്ങിന് കൈയടി കൊടുത്തേ പറ്റുള്ളൂ. അത് പ്രേക്ഷകർക്ക് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇതിന് പിന്നെ RDX ഉണ്ടപ്പോൾ നമുക്ക് 2 കൊടുക്കണം തോന്നുമ്പോൾ കൊടുക്കും, അപ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഇമ്പാക്റ്റ് ഉണ്ടല്ലോ. അതേപോലെ തന്നെ ഡയലോഗ് പറയണമെന്ന് തോന്നുന്ന സമയത്ത് ആ ഡയലോഗ് പറയണം. അങ്ങനെ മൊത്തത്തിൽ എന്താ പറയുക, ഇൻക്ലൂഡിങ് ദി സോങ്സ്, പാട്ടടക്കം ഭയങ്കര എൻഗേജിങ് ആയിട്ട് തോന്നിയ വൺ ഓഫ് ദി റയർ മൂവി എന്ന് തന്നെ ഞാൻ പറയേണ്ടി വരും. അതാണ് വാഴ ബയോപിക് ഓഫ് എ ബില്യൺ ബോയ്സ് എന്ന് പറയുന്നത്. പക്ഷേ ഇതിൽ ഞാൻ പറഞ്ഞത് പെർഫോമൻസ് എല്ലാവരും ഗംഭീരമായിട്ട്. പക്ഷേ സാഫ് ബോയ്ക്കും ഹാഷിറിനും അത്രത്തോളം എന്താ പറയുക സ്ക്രീൻ ടൈമും ഇല്ല. മനസ്സിലായില്ല. ആഷിർ വന്നിട്ടുള്ള സീനൊക്കെ ഗംഭീരമായിട്ടുണ്ട്. പക്ഷേ ഇൻ്റർവെൽ സീനൊക്കെ ഉണ്ട്, അടിപൊളി ആയിട്ടാണ് ഹ്യൂമർ കൈകാര്യം ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് ഉടനീളമില്ല, അത് സ്ക്രീൻ ടൈം കുറവാണ്. സ്ക്രീൻ ടൈം കുറവെന്ന് പറയുമ്പോൾ ബാക്കിയുള്ള ക്യാരക്ടേഴ്സിനൊക്കെ പ്രത്യേകിച്ച് സാഫ് ബോയിനൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് ആഷിറിന് സ്ക്രീൻ ടൈം കുറവാണ്. ഏറ്റവും സ്ക്രീൻ ടൈം കുറവുള്ള 2 ക്യാരക്ടേഴ്സാണ്, ഒന്ന് സാഫ് ബോയും ആഷിറും. അതിൽ സാഫ് ബോയിനേക്കാളും സ്ക്രീൻ ടൈം കുറവാണ് ആഷിറിന്.
അതെന്തിനാണെന്നുള്ളത് നിങ്ങൾക്ക് സിനിമ മൊത്തത്തിൽ കണ്ട് കഴിയണ അവസാനം എത്തുമ്പോൾ നിങ്ങൾക്ക് എന്തുകൊണ്ട് എന്നുള്ളതിൻ്റെ ഒരു ഉത്തരം നിങ്ങൾക്ക് കിട്ടും. അങ്ങനെ മൊത്തത്തിൽ സിനിമ എന്ന് പറയുന്നത് ഞാൻ പറയുന്നത് ഈ കൂടുതൽ പറഞ്ഞാൽ ഇതിൻ്റെ കഥ ആയി പോകും. ഇപ്പം തന്നെ ഒരു കഥ അയക്കണം. തിയേറ്ററിൽ പോയി ഇരുന്ന് കാണേണ്ട ഒരു നൈസ് പടം എനിക്ക് നല്ല രീതിയിൽ ഇത് ഫസ്റ്റ് സെക്കൻഡ് മുതലിച്ചിട്ട് അത് നമുക്ക് എവിടെയെങ്കിലും നമ്മളൊക്കെ ഒരു ലൈഫിൽ നമ്മൾ സ്കൂളിൽ പഠിച്ച് കോളേജിൽ പഠിക്കുക, അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണെന്നുണ്ടെങ്കിലും നമുക്കിതിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു 20-30% എപ്പോഴെങ്കിലും കണക്ട് ചെയ്യാൻ പറ്റും. സിനിമ കൺസിസ്റ്റ് ചെയ്യുമ്പോൾ സിനിമ മൊത്തത്തിൽ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല, കാരണം ഓരോരുത്തർ ഓരോ ലൈഫാണല്ലോ ജീവിക്കുന്നത്. ബട്ട് സ്റ്റിൽ അത് 20-30% നമുക്ക് എവിടെയെങ്കിലും കണക്ട് ചെയ്യാൻ പറ്റും. അതാണ് ഈ ഒരു സിനിമയെ ഇത്ര അധികം ബ്യൂട്ടിഫുള്ളാക്കി മാറ്റുന്നത്. പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ഫൈറ്റ് സീക്വൻസ് ഒക്കെ ഉണ്ട്. ഫൈറ്റ് സീക്വൻസ് എന്ന് പറയുമ്പോൾ ഒന്ന് സാഫ് ബോയ് ക്ലാസ് റൂമിൽ നിന്നുള്ളൊരു ഫൈറ്റാണ്, സാഫ് ബോയ് കയറി അടിക്കണം. പക്ഷേ അതങ്ങനെ ഒരു ആക്ഷൻ സീക്വൻസ് എന്ന് അവകാശപ്പെടാറില്ല. പക്ഷേ കുറച്ച് കഴിഞ്ഞിട്ടൊരു ആക്ഷൻ സീക്വൻസ് ഉണ്ട്, അത് കിട്ടില്ലേ. പക്ഷേ ആ സമയത്തൊക്കെ നല്ല തിയേറ്റർ എക്സ്പീരിയൻസ് ഉണ്ട്. നല്ല തിയേറ്ററിൽ പോയി കാണുകയാണെന്നുണ്ടെങ്കിൽ ഇത് ആ ആക്ഷൻ സീക്വൻസിൻ്റെ ക്വാളിറ്റി നമുക്ക് മനസ്സിലാവും. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇതിൽ വലിയ നടന്മാരൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ബഡ്ജറ്റ് ഒരു നല്ല രീതിയിൽ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എറിഞ്ഞിട്ടുണ്ട്. അതിലേക്ക് നല്ല റൈറ്റിങ്ങും ഗംഭീര ഡയറക്ഷനും പറയാതിരിക്കാൻ വയ്യ. അത് ഇദ്ദേഹത്തിന് മുന്നേ ഏതൊക്കെ സിനിമ എടുത്തോന്ന് എനിക്കറിയില്ല, പക്ഷേ ഗംഭീരമായിട്ട് ഡയറക്ഷൻ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഇത് മ്യൂസിക് അടിപൊളിയാണ്. മ്യൂസിക് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഭയങ്കര തിയേറ്റർ എക്സ്പീരിയൻസ് തരാനുള്ള മ്യൂസിക് അല്ല, ബട്ട് അത് എങ്ങനത്തെയൊക്കെ മ്യൂസിക് എവിടെയൊക്കെ പ്ലേസ് ചെയ്യണം അവിടെ ഈ ഒരു BGMൻ്റെ അതാരെ ചെയ്താൽ ഞാൻ നോക്കിയിട്ടുണ്ട്. പക്ഷേ ആ വ്യക്തി ഇതിന് വിജയിച്ചിട്ടുണ്ട്. ഹാറ്റ്സ് ഓഫ് ഗൈസ്. നല്ലൊരു സിനിമ. ഇത് വലിയൊരു സ്റ്റാർ വാല്യൂ ഉണ്ടെങ്കിലോ കേൾക്കുള്ളൂ എന്ന് പറഞ്ഞ ആൾക്കാർക്കുള്ള ഒരു പാഠം കൂടിയാണ്. നല്ല സിനിമകൾ കൊണ്ടുവരിക അതേപോലെ, അപ്പോൾ ആ സിനിമ വിജയിക്കും. പക്ഷേ അപ്പോൾ ഞാൻ പറഞ്ഞത് സിനിമ തിയേറ്ററിൽ പോയിരുന്ന് കാണേണ്ട ആക്ഷൻ സീക്വൻസ് ഉണ്ട്, കോമഡി ഉണ്ട്, ഇമോഷണൽ സീൻസ് ഉണ്ട്, എന്നതും ഉണ്ട്. ഒന്നും ഓവർ ദി ലൈൻ ആവാതെ പെർഫെക്റ്റായിട്ട് അങ്ങനെ വരച്ച് വെച്ചിട്ടുണ്ട്. അറ്റ് ദി സെയിം ടൈം ഇന്നത്തെ സൊസൈറ്റിയിൽ നടക്കുന്ന വലിയൊരു സംഭവം ചിലർക്ക് ചെറുതായി തോന്നും, ചിലർക്ക് വലുതായി തോന്നും. എനിക്കിത് അതൊക്കെ വലിയൊരു സംഭവമായിട്ടാണ് തോന്നുന്നത്. അത് ഒരു കുറച്ച് സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഭയങ്കര സീരിയസ് ആയിട്ട് ചർച്ച ചെയ്യുന്നു. ബട്ട് അറ്റ് ദി സെയിം ടൈം ആരും കുറ്റം പറയാതെ എന്തൊരു സംഭവം നടക്കുകയാണെങ്കിൽ 2 വശങ്ങളുണ്ടല്ലോ, ആ 2 വശങ്ങളും പറയുന്നു. ബട്ട് ശരിക്കും എന്താണ് നടക്കേണ്ടത്, എങ്ങനെ ആവണം, രണ്ടും ഇപ്പോൾ മക്കളാണെന്നുണ്ടെങ്കിലും മാതാപിതാക്കളാണെന്നുണ്ടെങ്കിലും എങ്ങനെ ആവണം എന്നുള്ള സംഭവങ്ങളൊക്കെ ഭയങ്കര വൃത്തിയിൽ ചർച്ച ചെയ്തു പോയ എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു ഗംഭീര സിനിമ തന്നെയാണ് വാഴ എന്ന് പറയുന്നത്. നിങ്ങൾ സിനിമ കണ്ടിട്ട് ആൾക്കാരാണെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ അഭിപ്രായം പങ്കുവെക്കുക. ദിസ് ടോക്സ് സൈനിങ് ഔട്ട്.